ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്പി പൊട്ടറ്റോ ബൈറ്റ്സ്. आज हम एक इवनिंग स्नैक बनाने जा रहे हैं, क्रिस्पी പൊട്ടറ്റോ ബൈറ്റ്സ്. देखेंगे कैसे. ഞാൻ 1 കിലോ ഉരുളക്കിഴങ്ങ് നോക്കി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളൂ. ജസ്റ്റ് ബോയിൽ ചെയ്തിട്ടേ ഉള്ളൂ. 3 വിസിൽ കുക്കറിലിട്ടു. അത്രയും മാത്രമേ ഉള്ളൂ. 1 किलो पोटैटो लिया है, वो 3 विसिल करके कुकर में बॉईल किया है. एकदम देखिए टाइट है. നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കാം. थोड़ा पील करके आएंगे. ഉരുളക്കിഴങ്ങ് മുഴുവനും തൊലി കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. पील करके रखा है. अभी ये थोड़ा ग्रेट करना है. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് മുഴുവനും ഞാൻ നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ വെന്ത് പോയാൽ ഉരുളക്കിഴക്കിനകത്ത് വെള്ളം കയറും. ज़्यादा बॉईल हो जाएगा तो उस पोटैटो में पानी अंदर जाएगा. നമുക്ക് ഇതിന് ഇത്തിരി മസാല ഉണ്ടാക്കാം. इसके लिए थोड़ा मसाला बनाना है. देखिए थोड़ा लाल मिर्च, നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി, ലസു, एकदम थोड़ा सा കരിയാപ്പത്ത, നമുക്കൊരു ഇത്തിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അച്ചസെ ക്രഷ് കറനാണ്. ഞാൻ നന്നായിട്ട് ഇത് ക്രഷ് ചെയ്തിട്ടുണ്ട്. മുളകും വെളുത്തുള്ളി എല്ലാം കൂടെ അച്ചസെ ക്രഷ് ചെയ്യാൻ ഇസ്മേ ഡാലിനാണ്. നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതി നമക്ക് ഡാൽ തോടാസെ ഗോൾ മിർച്ചക്ക പൗഡർ, നമുക്ക് ഒരു ഇത്തിരി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ. 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഹിംഗ് डालना है. ഒരു 4 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് डालकर ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छा से थोड़ा मिक्स करना है. नल्लाയിട്ട് मिक्स ചെയ്ത് വെച്ച് കഴിഞ്ഞു. अच्छा से मिक्स करके रखा है. हमको लगता है और थोड़ा पानी पानी जैसा लगता है. ഇത്തിരി വെള്ളമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ भी डाल दें. നമുക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഏറ്റവും കുറച്ച് വെള്ളത്തിൽ വേണം ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാൻ. അങ്ങനെ ചെയ്താലേ ഇത് നല്ലതായിട്ട് വരത്തുള്ളൂ. एकदम कम पानी से बनाने से ये अच्छा लगेगा. നമുക്ക് ഇത്തിരി എണ്ണ എടുത്തിട്ട് ഇതിൻ്റെ മേലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. थोड़ा तेल इसका ऊपर में थोड़ा स्प्रेड करना है. ചെറിയ ചെറിയ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ऐसे बॉल बना के रखेंगे. शेप ചെയ്ത് വെച്ചിട്ടുണ്ട്. सब शेप करके रखा है. ये तेल गरम हो गया, उसमें डालना है. നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയ്ക്കകത്ത് വേണം ഇടാൻ. अच्छा गरम वाला तेल में डालना है. അകത്തി ഇട്ട് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അകത്തി വേണം ഇട്ട് കൊടുക്കാൻ. फ्लैट बॉटम में बना दीजिएगा. थोड़ा अलग अलग करके डाल दीजिए. नहीं होने से थोड़ा स्टिकी होने के लिए चांसेस है. നമുക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി അകത്തി വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. പൊട്ടറ്റോ ബൈറ്റ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് വറക്കാതെ നമ്മൾ ഷേപ്പ് ചെയ്ത് ബോക്സിനകത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസത്തേക്ക് വരെ ഇരിക്കുന്നതാണ്. നമുക്കൊരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ബട്ടർ പേപ്പർ ഇടണം, പിന്നെ ഒരു ലെയർ ഇടണം, പിന്നെ ബട്ടർ പേപ്പർ ഇട്ട് ഇത് നമുക്ക് വെക്കുവാണെങ്കിൽ 1 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. बिना फ्राई करके शेप करके बॉक्स में ऐसे स्टोर करने से अच्छा है. एक लेयर में बॉक्स में डाल दीजिए शेप करके. उसका ऊपर में बटर पेपर डालना है. നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ഫ്ലാറ്റ് ബോട്ടത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അകത്തി ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ബോട്ടം में डालने से हम लोग अलग अलग करके डाल के अच्छा से फ्राई हो जाएगा. നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സ് റെഡി ആയി കഴിഞ്ഞു. നോക്കിക്കേ, हम लोग का पोटैटो बाइट्स रेडी हो गया. निकाल देंगे. നമുക്ക് എടുക്കാം.
നല്ല ക്രിസ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുമാണ്, നമ്മുടെ നാടൻ ടേസ്റ്റുമുണ്ട്. പൊട്ടറ്റോ ബൈറ്റ്സ് ക്രിസ്പി भी है, अंदर पूरा नरम भी है. देखिए अच्छा क्रिस्पी है. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ബൈറ്റ്സ് ആണ് ഇത്. നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സ് രണ്ടാമതിട്ടത് റെഡി ആയി കഴിഞ്ഞ് നമുക്ക് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രിസ്പി പൊട്ടറ്റോ ബൈറ്റ്സ് റെഡി ആയി കഴിഞ്ഞു. നോക്കിക്കേ, നല്ല ക്രിസ്പിയാണ്. അച്ഛ ക്രിസ്പി ഹേ, അന്തർ മേ അച്ഛ നരം ഭി ഹേ. നല്ല അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നോക്കിയേ, നല്ല കട്ടിയായിട്ടുള്ളതാണ്. അച്ഛ സെ ക്രിസ്പി ഹേ, അന്തർ മേ ഏകദം നരം ഭി ഹേ. അകത്ത് നോക്കിയേ, നല്ല സോഫ്റ്റും ആയിട്ടുള്ളതാണ്. बच्चों को सबको बहुत पसंद करेगा. बाहर से लेने से वो लोग प्रिजर्वेटिव सब डालेगा. हम लोग बनाएगा तो घर का चीज से बना सकता है. सब लोग थोड़ा ट्राई करके देखिएगा. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പുറത്തുനിന്ന് മേടിച്ചാൽ ഇതുപോലത്തെയൊക്കെ തന്നെ കിട്ടും. പക്ഷേ പ്രിസർവേറ്റീവ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.